ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മിസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, എല്ലാവരും ബദാം കഴിച്ചിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു ബദാം ഉണ്ട്, അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ ബദാം കഴിച്ചിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബദാം മേടിക്കാൻ പോയല്ലോ. അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടെ കൂടെയൊക്കെ നടന്ന് പോയിട്ടൊക്കെ വേണം അവിടെ എത്തണം. അതിന് എൻ്റെ ഒപ്പം ഒരു ഹെൽപ്പറും കൂടി ഉണ്ട് മുന്നിൽ. പക്ഷേ എന്നിട്ട് ആ ഹെൽപ്പർ പറഞ്ഞു എന്നോട് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ മദ്രസയിട്ട് എന്നും വരുമ്പോണ്ടാവും ആ ബദാംക്കായ അവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇന്ന് തന്നെ എടുക്കണമെന്ന്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഒന്നാണ്. അപ്പോൾ നമുക്ക് ബദാംക്കായ എടുത്താലോ. ഇവിടെയാണ് സ്പോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഗൈസ് നിറയെ നിലത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പെറുക്കിയെടുത്താണ്ട് വീട്ടിൽ കൊണ്ടുപോകണം. വയസ്സ് ഇവിടെ ചതഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിക്കാൻ നല്ല സിമ്പിളാട്ടോ. ഇതൊക്കെ ഇപ്പം തന്നെ വേണമെങ്കിൽ പൊട്ടിക്കുക, പക്ഷേ ഇതിൽ കൊല്ലം എന്തെങ്കിലും വേണം പൊട്ടിക്കാൻ. അങ്ങനത്തെ ഇതാണ് നമ്മുടെ, ഞാൻ ഒന്നുകൂടി എടുത്ത് നിർത്തരാം. ഇതാണ് നമ്മുടെ ബദാം കായ. ഇതിൻ്റെ ഉള്ളിലെ ഒരു കുഞ്ഞു സാധനമാണ് ബദാം. അത് കുത്തി പൊട്ടിക്കണം ഗൈസ്, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുത്താക്കുന്നാൽ ജസ്റ്റ് അപ്സ്റ്റോ ഗൈസ്, ഇതൊന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. പറ്റില്ലെന്നൊന്നും അറിയത്തില്ലെങ്കിലും നല്ലൊരു പാതൊക്കെ പൊട്ടിയിട്ടുണ്ട്. നല്ല ശക്തിയിൽ കുത്തണം, എന്നാലിത് പൊട്ടുകയുള്ളൂ ഗൈസ്. എൻ്റെ കൈ വേണമുണ്ട്. ഒന്നും കൂടി പൊട്ടിച്ച് നോക്കാം. എൻ്റെ കയ്യിൽ നല്ല കുത്തി പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടും കൂടി ഇല്ല. ഇതാണ് നമ്മുടെ ബദാം കായ. ഇതാണ് നമ്മുടെ ബദാം കായ. പൊട്ടൊന്നും കൂടി ഇല്ല. അയ്യോ, ചെറുപ്പറയിച്ചിട്ട് പോയി. അത് ക്ലിയറായിട്ട് കിട്ടുന്നതായിരുന്നു. ഇതാണ് ബദാം കായ കേട്ടോ. അതെല്ലാം ഇതേക്കൊണ്ടാണ് നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മളെ ഹെൽപ്പർ കഴിക്കൽ വന്നാണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടാവും. ഇത് അല്ലല്ല, ഏകദേശം ഒരു അങ്ങനത്തെ ഒരു മധുരം ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് പറിക്കാലോ. ഇവിടെ തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് രണ്ടാളും കൂടി, ഞങ്ങൾ രണ്ടാളുണ്ട്. ഒന്നിൻ്റെ ഹെൽപ്പർ, ഒന്ന് ഞാനുമാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ പെറുക്കിയിട്ട് ഇവിടുന്നേലും എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് അതിലിടണം. ഇത് പെറുക്കിയിട്ട് ഞങ്ങൾ കുറച്ചായിട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഒരു കളറുണ്ട്, ബദാം ഒരു ഉണങ്ങിയൊരു കളറുണ്ട്. അതും ഈ കളറും കൂടി കാണുമ്പോൾ മിക്സായി മതി. ഇതേ ഞാൻ ഒന്നിപ്പോൾ തപ്പി പിടിച്ച് കണ്ടതാണ്. ഇങ്ങനത്തെ കളറാവും ഇത്. അങ്ങനെ ഇത്രയും തന്നെ നമുക്ക് പെറുക്കിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിറയുണ്ട്. ഇത് മൊത്തം ഈ കവറ് മൊത്തം നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ്. കാണിച്ചു കൊടുക്കാം. ഉള്ളിലേക്ക് ഉണ്ടല്ലേ, ചുമന്നതുണ്ട്, ഉണങ്ങിയതുണ്ട് കേട്ടോ. ഒക്കെ പൊട്ടിക്കുമ്പോഴൊരു സുഖം കാണണേ. ഇനിയുണ്ട്, എന്നാൽ അത്ര മതിയില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് പൊട്ടിച്ചിട്ട് കാണാം. വായം അങ്ങനെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, ഇത് കൂടെയാണ് ഞങ്ങൾ മദ്രസ ഇട്ടേക്കല്ലേ. അപ്പോൾ എന്താണ്, ഇവിടുന്ന് തോനെ ഈ ഇങ്ങനത്തെ സാധനം കിടക്കണതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ആ കല്ലേറ്റ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കല്ലുണ്ട്. ഞാൻ വിചാരിച്ച് ഇന്ന് തോനെടുക്കണം, പിന്നെ ഉറക്കില്ല, അങ്ങനെയൊക്കെ പൊതുപരീക്ഷ ആയതുകൊണ്ട് പെട്ടുകൊണ്ട് ഞാൻ കിടന്നു പോയി. അപ്പോൾ കുറച്ച് നേരം എനിക്ക് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇങ്ങനെ സാധനം കിടക്കുന്നുണ്ട് അവിടെ, അത് പൊട്ടിക്കട്ടെ. അത് പൊട്ടിക്കല്ല, നിലത്ത് വീണതുണ്ട്, അത് എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താലോ. സെറ്റ്, ഓക്കെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇത്രയും സാധനം കിട്ടുമെന്ന് ഇതുവരെ പ്രതീക്ഷിച്ചില്ല. എന്നാലും നോക്കുമ്പോൾ തന്നെ തോന്നുന്നു 3-4 കാണാം കേട്ടോ അവിടെ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് പൊട്ടിയിട്ട് റെഡിയാക്കാം.
ഫോൺ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. പിന്നെ ഗൈസ് വീടെത്താറായി. കുറച്ചാണ്ട് പോകാനൊക്കെ ഉണ്ട്. ഒന്ന് സ്റ്റോപ്പാക്കിയേക്കാം. അങ്ങനെ ഗൈസ് ഞാനങ്ങനെ വീട്ടിലെത്തി. ഇതാണ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബദാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അങ്ങനെ ഗൈസ് ഇതാണ് ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ഇതിന് പറയണ ബദം എന്നാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു പരിപ്പുമായിട്ട് ഒരു സാധനം ഉണ്ടാവുക. ഉമ്മ അങ്ങനെയാണ് പറയണത്, ഞാൻ ബദം എന്നാ പറയണത് കേട്ടോ. എനിക്ക് ഇതറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് പറയണം. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിനാവശ്യമായ സാധനം ഇങ്ങനത്തെ സംഭവമൊക്കെയാണ്. നല്ല കുത്തി പൊട്ടിക്കാൻ പറ്റിയ സാധനം ഒക്കെയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഒരു ബൗളും. അപ്പം നമുക്കത് പൊട്ടിച്ച് നോക്കാം ഗൈസ്. ആദ്യം തന്നെ ചപ്പിളി ആയെന്ന് എടുക്കാം, നല്ല പണി ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് ചതഞ്ഞത് എടുക്കാം. ചതഞ്ഞത് തന്നെ എൻ്റെ കണ്ണുമുന്നിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ചതഞ്ഞത് എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളയും. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഇത് പൊടി ആയിട്ട് പോകും. ഇങ്ങനെ പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. ചിലത് പൊട്ടും, ചിലത് പൊട്ടില്ല. അപ്പം നമുക്കിത് പൊട്ടൂലെന്ന് നോക്കാം. അപ്പം അങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കാറ്. കയ്യുമൊക്കെ പൊട്ടണ എല്ലാവരും ശ്രദ്ധിച്ചോളി. യെസ് ഗൈസ്, അങ്ങനെ നല്ല പൂ ഇതായ മാതിരി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ തറ പോയിട്ടോ ഗൈസ്, സാരമില്ല പോട്ടെ. ഇതാണ് നമ്മുടെ ആ കുഞ്ഞ് സാധനം. ഇതെല്ലാം ടേസ്റ്റാണ്, തിന്നൊക്കെ ഉണ്ടല്ലേ. നല്ല വൈറ്റ് കളറിലായി കണ്ടാണ് ഇത് കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ വലിയ പീസും വെച്ച് ചെറിയ പീസും വെച്ച് ഞാൻ കൊടുത്താട്ടോ. പൊട്ടിച്ച് ഇതിന്റെ തുമ്പടക്കം പോയിട്ടോ ഗൈസ്. അത്ര ഉറപ്പുണ്ട് ഇതിനെ കണ്ടില്ല. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഇരുന്നീനത് ഇങ്ങനെ ആയി പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് കുത്തുമ്പോ കൈ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൈ പോകുന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പൊട്ടിക്കാം. വാവ്, ഇത് പച്ച ആയതുകൊണ്ട് ഒരു കളറ് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അതിലിടാം. പൊട്ടിക്കടൊക്കെ ഓർത്ത് തിന്നു. അതുകൊണ്ട് ഞാൻ കാവൽക്കാരായ മാതിരി ഇത്രയും കിട്ടി. എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഉണ്ടോ ഒക്കെ ഇരുന്ന് തിന്നണുണ്ടോ? ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഇരുന്ന് തിന്നാണ് ഗൈസ്. ഒക്കെ അതൊക്കെ ഞാൻ പിസ്കി എടുത്തതാണ്. ഇതൊന്ന് അതൊക്കെ എവിടെ സ്റ്റിക്കർ ആയല്ലോ. ഇത് ശരിക്കും ഇത്ര അല്ല വരുന്നത്, ഇതിനെക്കാട്ടി വരുന്നതാണ്. പക്ഷെ എന്താ കണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഒക്കെ തൊള്ളന്റെ ഉള്ളിൽ പോണത്. അങ്ങനെ തൊള്ളന്റെ ഉള്ളിലൊക്കെ പോയി ആകഞ്ഞ ഇത്രേ ഉള്ളൂ. അവരോടങ്ങിയപ്പോ കുറച്ചും കൂടി ബദാം ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ പൊട്ടിച്ചില്ലെങ്കിൽ എന്തായാലും ഇഷ്ടം വെച്ചിട്ട് അപ്പൊ ഞാൻ ഇത്രയും കിട്ടിട്ടോ. അതാ കണ്ടില്ലേ, ഇത്രയും കിട്ടി. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് ഒരു നട്ട്സിന്റെ ടേസ്റ്റ് മാതിരിയാണ്. കഴിച്ചിട്ടും കൊതി കഴിയുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഇല്ല. കുട്ടിക്കൊന്ന് കൊടുത്തേക്കാം നമുക്ക്. ഒരു ഡാൻസ് ആയിക്കോട്ടെ അങ്ങനെ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളെ കൊച്ചു വീഡിയോ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ കൊടുത്തോളാം. ഇവിടെയും കൂടെ അല്ല കേട്ടോ ഗൈസ്.
ഓളെല്ലാതും ഇതിക്ക് ഇങ്ങനെ എടുത്തിട്ട് തരുവാണ്. അപ്പൊ ഓക്കെ ബൈ.